ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ കിച്ചണിൽ ചെയ്യാറുണ്ടോ? അലർജി മാത്രമല്ല, ഒരുപാട് അസുഖങ്ങൾ അത് വരുത്തി വെക്കും. നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് പറയാറുണ്ട്. നമ്മൾ അടുക്കളയിൽ വരുത്തുന്ന കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉള്ളിയിൽ ക്യൂർസിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ ഇത് നമ്മൾ അധികം ആളുകളും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ ഉള്ളി കട്ട് ചെയ്തിട്ട് പകുതി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കുറേ നേരം പുറത്ത് വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ബാക്ടീരിയനെ അതുപോലെ വൈറസിനെയും അത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ അപകടം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈവൻ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും സുഖം ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഒരു റൂമിന്റെ കോർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രോഗാണുക്കളെയും അത് അബ്സോർബ് ചെയ്യുന്നതാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫക്ട് നമ്മൾ ഈ ഉള്ളിക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഉള്ളി കഴിയുന്നത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കുറെ നേരം കട്ട് ചെയ്ത് പുറത്ത് വെക്കുന്ന ഉള്ളിയും നമ്മൾ അധികം ഉപയോഗിക്കാൻ പാടില്ല. ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് ഉടനെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയിൽ അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള സൾഫർ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആന്റി ബാക്ടീരിയലും ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പീൽ ചെയ്തിട്ടുള്ള വെളുത്തുള്ളി വാങ്ങിക്കും, എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ അത് വേഗം തന്നെ ഫംഗസിന്റെ ബാധ അതിന് മേലുണ്ടാവും. അലർജി മാത്രമല്ല, ഒരുപാട് മാരകമായ അസുഖങ്ങൾ വരെ വരാനുള്ള സാധ്യതയുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഒരു ഘടകങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പീൽ ചെയ്യാത്ത വെളുത്തുള്ളി നമ്മൾ വാങ്ങിക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ കുറച്ച് മുന്നേ അത് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ജിഞ്ചറിൽ ജിഞ്ചറോൾ എന്നറിഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ട് നമ്മളെ രോഗപ്രതിരോധ ശേഷി വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ്. നമ്മളെ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലായിടത്തുള്ള ഇൻഫ്ലമേഷൻ, ശ്വാസകോശ സംബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ കുടലിലായിക്കോട്ടെ, ഇവൻ നമുക്ക് ഛർദ്ദിക്കാനും ഓക്കാനും വന്നാൽ പോലും കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന, ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇഞ്ചി. പക്ഷേ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫംഗസിന്റെ ബാധ വരികയും അത് നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ അലർജി കൂടാനും പല അസുഖങ്ങൾ ഉണ്ടാവാനും സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസ് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുണ്ട്, പിറ്റേന്ന് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 1 hour ഉണ്ടാക്കിയ ഉടനെ നിങ്ങൾ അത് സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ അത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ ആയിരിക്കണം വെക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ഫംഗസിന്റെ ബാധ അതിൽ വരുന്നുണ്ട്. വയറും അലർജിയുമായൊക്കെ ബന്ധമുണ്ട്. അപ്പം ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ദഹനം ആകെ താറുമാറാവുകയും അലർജിയൊക്കെ ട്രിഗർ ചെയ്യാനും ഇതൊരു ഫാക്ടറാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക.